ധനസഹായവും ധനവിഹിതവും നിഷേധിച്ചുകൊണ്ട് കടുത്ത കേരള വിരുദ്ധ നയങ്ങളിലുമായി മോദി സർക്കാർ മുന്നോട്ടു പോകുമ്പോഴും അതിനെയെല്ലാം അതിജീവിച്ച് ജനോപകാര നടപടികളുമായി നീങ്ങുകയാണ് LDF സർക്കാർ. സർവ്വമേഖലകളിലും വികസനത്തിന്റെയും വൈവിധ്യവത്കരണത്തിന്റെയും വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് അടയാളമിട്ട് പിണറായി സർക്കാർ വിജയകരമായി 9 വർഷം പൂർത്തിയാക്കുകയാണ്. അതിന്റെ ഭാഗമായി രണ്ടാം പിണറായി സർക്കാരിന്റെ നേട്ടങ്ങൾ അക്കമിട്ട് നിരത്തി ജനങ്ങളിലെത്തിക്കാനുള്ള പരിപാടികളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് സർക്കാരിന്റെ 4ാം വാർഷികാഘോഷ പരിപാടികൾ. മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം. തദ്ദേശ സ്ഥാപന തലത്തിൽ തുടങ്ങി ജില്ലാ തലങ്ങളിലൂടെ പുരോഗമിച്ച് സംസ്ഥാന തലം വരെ നീളുന്ന വിപുലമായ ആഘോഷ പരിപാടികളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. 1 മാസം നീളുന്ന ആഘോഷ പരിപാടികൾക്ക് ഏപ്രിൽ 21-ന് കാസർഗോഡ് തുടക്കമാകും. മെയ് 21-ന് തലസ്ഥാനത്താണ് സമാപനം. ജില്ലാതല യോഗങ്ങൾക്കാണ് ആദ്യം തുടക്കം കുറിക്കുക. എല്ലാ ജില്ലയിലും മുഖ്യമന്ത്രി പങ്കെടുക്കുമെന്നതാണ് പ്രധാന സവിശേഷത. സർക്കാരും ബഹുജനങ്ങളും തമ്മിലുള്ള ആശയവിനിമയം കൂടുതൽ മെച്ചപ്പെടുത്താൻ വ്യത്യസ്തമായ പരിപാടികളാണ് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. വിവിധ ആനുകൂല്യങ്ങൾ ലഭിച്ച ഗുണഭോക്താക്കളുടെയും പ്രമുഖ വ്യക്തികളുടെയും യോഗങ്ങൾ സംഘടിപ്പിക്കും. അതോടൊപ്പം സർക്കാരിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളും നേട്ടങ്ങളും അവതരിപ്പിച്ചുകൊണ്ട് ഒരാഴ്ച നീളുന്ന ജില്ലാതല പ്രദർശന വിപണന മേളയും നടത്താനാണ് തീരുമാനം. ചർച്ചകളും കായിക മത്സരങ്ങളും മറ്റ് ആഘോഷ പരിപാടികളും ഇതോടൊപ്പം സംഘടിപ്പിക്കും. സംസ്ഥാന തലത്തിലും വിവിധ പരിപാടികൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. സാംസ്കാരിക വകുപ്പ്, യുവജനക്ഷേമ വകുപ്പ്, വനിതാ വികസന വകുപ്പ്, SC/ST വകുപ്പ് എന്നിവയുടെ നേതൃത്വത്തിൽ ചർച്ചകൾ സംഘടിപ്പിക്കും. ഉന്നത വിദ്യാഭ്യാസ ആരോഗ്യ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഗവേഷണ വിദ്യാർത്ഥികൾക്കുൾപ്പെടെയുള്ളവർക്ക് പ്രൊഫഷണലുകളുമായും സംവദിക്കാനും അവസരമുണ്ടാകും. ജില്ലാ ചുമതലയുള്ള മന്ത്രി ചെയർമാനും കളക്ടർ ജനറൽ കൺവീനറുമായി ജില്ലാതല സംഘാടക സമിതി രൂപീകരിച്ചാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക. പരിപാടികളുടെ മാർഗനിർദ്ദേശങ്ങൾക്കും തുടർ നടപടികൾക്കുമായി ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി കഴിഞ്ഞു. ജില്ലാതല യോഗങ്ങൾക്ക് പുറമെ സംസ്ഥാനതല യോഗങ്ങൾ മെയ് 3-ന് ആരംഭിക്കും. യുവജനക്ഷേമം എന്ന വിഷയത്തിൽ കോഴിക്കോടാണ് അന്നേ ദിവസം പരിപാടി നടക്കുക. 4-ന് എറണാകുളത്ത് വനിതാ വികസനത്തെക്കുറിച്ചും 10-ന് തൃശൂരിൽ സാംസ്കാരിക വിഷയത്തിലും യോഗം നടക്കും. ഉന്നത വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മെയ് 11-ന് കോട്ടയത്തും പ്രൊഫഷണലുകളുമായുള്ള ചർച്ച 17-ന് തിരുവനന്തപുരത്തും പട്ടികജാതി പട്ടികവർഗ വിഷയങ്ങളിൽ 18-ന് പാലക്കാടും യോഗം നടക്കും. ഇതുവരെയുള്ള ഭരണ നേട്ടങ്ങളും ഭാവി പദ്ധതികളും ജനങ്ങളുമായി പങ്കുവയ്ക്കാനുള്ള സുവർണ അവസരമായിട്ടാണ് സർക്കാർ ഈ ആഘോഷ പരിപാടികളെ കാണുന്നത്. ഒപ്പം 5ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ ജനോപകാരപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കാനും വികസന കാര്യത്തിൽ ജനങ്ങളെ ഒപ്പം ചേർത്ത് പിടിക്കാനും കൂടിയാണ് LDF സർക്കാർ ലക്ഷ്യമിടുന്നത്.